എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലെ സരോജിനി നായിഡു എഴുതിയ സോങ് ഓഫ് എ ഡ്രീം എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പോയം അപ്രീസിയേഷൻ. ദ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ, സരോജിനി നായിഡു, ഇൻ ഹർ പോയം ദ സോങ് ഓഫ് എ ഡ്രീം വിഷ്വലൈസസ് എ ഡ്രീം ലാൻഡ് ഇൻ ഹർ മദർലാൻഡ്. ഇന്ത്യയുടെ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിൻ്റെ സോങ് ഓഫ് എ ഡ്രീം എന്ന കവിതയിൽ അവർ തങ്ങളുടെ സ്വപ്നത്തിൽ തൻ്റെ മാതൃരാജ്യത്തെ സ്വപ്നം കാണുന്നതായിട്ടാണ് പറയുന്നത്. ഷീ ഏണസ്റ്റ്ലി ലോങ്സ് ഫോർ ഹർ മദർ ഇന്ത്യ ബീയിങ് ബിൽറ്റ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രൂത്ത്, പീസ് ആൻഡ് ലവ്. സരോജിനി നായിഡു തൻ്റെ ആഗ്രഹം അറിയിക്കുകയാണ്. ദീർഘകാലമായി അവർ കാത്തിരിക്കുകയാണ്. സ്വതന്ത്രമാവുന്ന തൻ്റെ ഭാരതം ഈ 3 ആശയങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുമെന്ന്. സത്യം, സമാധാനം, സ്നേഹം എന്നീ 3 ആശയങ്ങളാൽ നിർമ്മിതമായിരിക്കുമെന്നാണ് അവരുടെ ആഗ്രഹം. ദ അൺക്വഞ്ചബിൾ ലോങ്ങിങ് ഫോർ ദ ഫ്രീഡം ഓഫ് ദ മദർലാൻഡ് സെറ്റപ്പ് ഓൺ ദ പ്യൂരിറ്റി ഓഫ് ലൈഫ് ഇൻ ദ തീം ഓഫ് ദ പോയം. ഈ കവിതയുടെ തീമെന്നാൽ, ഈ കവിതയുടെ വിഷയം എന്തെന്നാൽ, തൻ്റെ മാതൃരാജ്യം ദീർഘകാലമായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരിക്കലും ശമിപ്പിക്കാത്ത, അൺക്വഞ്ചബിൾ എന്നാണ്, ഒരിക്കലും ശമിക്കാത്ത ഒരാഗ്രഹമാണ് മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. ആ പരിശുദ്ധമായ സ്വാതന്ത്ര്യത്തെയും സ്വതന്ത്രമായ ഭാരതത്തിലെ ജീവിതത്തെയും ആണ് ഈ കവിതയിലൂടെ സരോജിനി നായിഡു പറയാൻ ആഗ്രഹിക്കുന്നത്. One night in the dream, the poetess sees herself standing alone in a magical wood. ഒരു ദിവസം രാത്രിയിൽ സരോജിനി നായിഡു തനിയെ ഒരു അത്ഭുത വനത്തിൽ നിൽക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടു. The vision of the wood was like a poppy that sprang up, and her soul emerged fully and deeply with that vision. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വിഷൻ, ഒരു കാഴ്ചപ്പാടുണ്ടായി. അത് പോപ്പിച്ചെടിയിൽ പൂക്കൾ വിരിയുന്നത് പോലെയാണ് ആ കാഴ്ചപ്പാടുകൾ ഉണ്ടായത്. ഒരു വനമാണ്, ഒരു അത്ഭുത വനമാണ്, പ്രകാശം പൊഴിക്കുന്ന ഒരു അത്ഭുത വനമാണ് അവരുടെ ഉള്ളിൽ വിരിഞ്ഞത്. അവരുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ, ഡീപ്പ് എന്നാണ്, ആത്മാവിൻ്റെ ആഴങ്ങളിൽ ആ കാഴ്ചപ്പാടുണ്ടായി എന്നാണ്. ഷീ കുഡ് ഹിയർ ദ സോങ് ഓഫ് ബേർഡ്സ് ദാറ്റ് വർ ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. ആ അത്ഭുത വനത്തിൽ പക്ഷികൾ പാട്ടുപാടുന്നത് അവർ കേട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ അത് ആരായിരുന്നു? സത്യത്തിൻ്റെ ആത്മാക്കളായിരുന്നു, സത്യത്തിൻ്റെ ദേവതമാരായിരുന്നു. ഷീ കുഡ് സീ ഗ്ലോവിങ് സ്റ്റാർസ് ദാറ്റ് വർ സ്പിരിറ്റ് ഓഫ് ലവ്. അവിടെ നക്ഷത്രങ്ങൾ ഗ്ലോവിങ്, തിളങ്ങുന്നത് അവൾക്ക് കാണാൻ സാധിച്ചു. അത് സ്നേഹത്തിൻ്റെ ആത്മാക്കളായിരുന്നു. ഷീ കുഡ് സെൻസ് ദ ഫ്ലോയിങ് സ്ട്രീം ദാറ്റ് വർ സ്പിരിറ്റ്സ് ഓഫ് പീസ്. സമാധാനമാവുന്ന അരുവി അതിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ വനത്തിലൂടെ ഒഴുകുന്ന അരുവി എന്നുള്ളത് സമാധാനത്തിൻ്റെ ആത്മാക്കളായിരുന്നു, അല്ലെങ്കിൽ ദേവതമാരായിരുന്നു. ഷീ ഫെൽറ്റ് ലൈക്ക് ബീയിങ് ഇൻ ദ പാരഡൈസ്, ലവ്, ട്രൂത്ത്, പീസ് പ്രിവൈവർ. ആ അത്ഭുത വനം യഥാർത്ഥത്തിൽ ഒരു പാരഡൈസ്, ഒരു ഹെവൻ, ഒരു സ്വർഗം പോലെയാണ് സരോജിനി നായിഡുവിന് തോന്നിയത്. കാരണം അവിടെ എല്ലായിടത്തും സ്നേഹവും സത്യവും സമാധാനവും ഉണ്ടായിരുന്നു. She envisaged her motherland to become someday a paradise of this sort. സരോജിനി നായിഡു സ്വപ്നം കാണുകയാണ് തൻ്റെ മാതൃരാജ്യവും ഒരിക്കൽ ഇതുപോലെ സ്വർഗതുല്യമായ ഒരു രാജ്യമായി മാറുമെന്ന്. She wished her free India to be free from all evils of hatred, dishonesty, discord and disharmony. അവർ ആഗ്രഹിക്കുകയാണ് സ്വതന്ത്രമായ തൻ്റെ രാജ്യം ഇന്ത്യ ഈ പറയുന്ന സാമൂഹിക തിന്മകളാൽ, അല്ലെങ്കിൽ വെറുപ്പ്, അപമാനം, അതുപോലെ സാമൂഹിക തിന്മകൾ, അനാചാരങ്ങൾ, ഇതെല്ലാത്തിൽ നിന്നും മോചിതമായിരിക്കുമെന്നും അവർ ആഗ്രഹിക്കുന്നു. ഈ കവിതയുടെ 2ാമത്തെ സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ, ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ് ഷീ ക്രിയേറ്റ്സ് എ മാജിക്കൽ ഗ്രോവ് വിച്ച് ഈസ് നത്തിങ് ബട്ട് ദ മദർ ഓഫ് ഇന്ത്യ ഇൻ ഹർ ഇമാജിനേഷൻ. ഉറക്കമാവുന്ന ആ ലോകത്ത് അവർ ഒരു അത്ഭുത വനത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ആ അത്ഭുത വനം എന്ന് പറയുന്നത് ദ മദർ ഇന്ത്യ ഇൻ ഹർ ഇമാജിനേഷൻ, അവർ സ്വപ്നത്തിൽ കാണുന്ന അവരുടെ മാതൃരാജ്യമായ ഇന്ത്യ തന്നെയാണ്. ഷീ ഫെൽറ്റ്
the presence of the gleaming stars that gathered around her bearing the spirit of love. ആത്മാക്കൾ, സ്നേഹത്തിൻ്റെ ആത്മാക്കൾ, അവ നക്ഷത്രങ്ങളായി സരോജിനി നായിഡുവിനു ചുറ്റും ഒരുമിച്ച് കൂടുകയും തിളങ്ങുകയും ചെയ്തു. ഷീ ഹിയർഡ് ദ ബേർഡ് സിംഗ് ദ സോങ് ഓഫ് സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. അവൾ കേട്ടു പക്ഷികൾ സത്യത്തിൻ്റെ ആത്മാക്കളാവുന്ന ആ സംഗീതം പൊഴിക്കുന്നത് കേട്ടു. ഷീ വിഷ്ഡ് ദ quench her longing for the freedom of her motherland by bending herself low by the stream which was embodiment of the peace and free flow. Symbolically, in the same way as we quench our thirst by scooping up water in our cupped hand from the stream. നമ്മൾ അരുവിയിൽ നിന്ന് കപ്ഡ് ഹാൻഡ്, കൈകൾ കൊണ്ട് വെള്ളം കോരിയെടുത്ത് സ്കൂപ്പ് ചെയ്തെടുത്ത് നമ്മുടെ തേഴ്സ്റ്റ്, ദാഹം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്വഞ്ച്, ശമിപ്പിക്കാറുണ്ട്. അതുപോലെയാണ് ഇവിടെ സരോജിനി നായിഡു പറയുന്നത്. അവരാഗ്രഹിക്കുകയാണ് അവരുടെ ക്വഞ്ച്, ആ ദാഹം ശമിപ്പിക്കാൻ. ഇവിടെ ദാഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തിരിപ്പായിരുന്നു. ആ ലോങ്ങിങ് ഫോർ ദ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദീർഘകാലത്തെ കാത്തിരിപ്പുണ്ടല്ലോ, ആ ദാഹം ശമിപ്പിക്കാൻ അവൾ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ? പീസ്, സമാധാനം എന്ന് പറയുന്ന അരുവിയിലേക്ക് കുനിഞ്ഞ് അതിൽ നിന്ന് സമാധാനത്തെ കൈക്കുമ്പിളിലേക്ക് കോരിയെടുത്ത് പാനം ചെയ്ത് തൻ്റെ മാതൃരാജ്യത്തിന് എത്ര കാലമായോ ഈ അസ്വസ്ഥതകൾ തുടങ്ങിയിട്ടുണ്ട്, ആ അസ്വസ്ഥതകളെല്ലാം ഇല്ലാതാക്കി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സമാധാനം സ്ഥാപിക്കണം എന്നവൾ ആഗ്രഹിക്കുകയാണ്. ഇത്രയുമായിരുന്നു ഈ കവിതയുടെ ആശയങ്ങൾ. ഇനി അപ്രീസിയേഷൻ എഴുതുമ്പോൾ നമ്മളിതിൽ ഈ കവിതയിൽ പോയറ്റ് ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകൾ അറിയിക്കേണ്ടതുണ്ട്. ആ പോയറ്റിക് ഡിവൈസുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഷീ എംബഡീസ് ദ അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റി ഓഫ് ലവ്, ട്രൂത്ത്, പീസ്, അട്രിബ്യൂട്ടിംഗ് ദം ടു എ ടാഞ്ചിയബിൾ തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റികളാണ് ലവ്, ട്രൂത്ത്, പീസ് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ അനുഭവിക്കാൻ കഴിയുന്നത്. അവ മൂന്നിനെയും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇൻ ഹർ ഡ്രീം ലാൻഡ് ബേർഡ്സ് ആർ എംബോഡിമെൻറ്റ് ഓഫ് ലവ്. അവളുടെ സ്വപ്നലോകത്ത് പക്ഷികൾ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. സ്റ്റാർസ് ആർ ദ ട്രൂത്ത്, നക്ഷത്രങ്ങൾ സത്യത്തിൻ്റെ പ്രതീകമാണ്. ആൻഡ് സ്ട്രീംസ് ആർ അറ്റ് ദാറ്റ് ദ പീസ്, അരുവി സമാധാനത്തിൻ്റെ പ്രതീകമാണ്. ദ പോയറ്റിക് ഡിവൈസ് മെറ്റഫർ ഈസ് വെരി അപ്ലി യൂസ്ഡ് ദീസ് കമ്പാരിസൺ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കവി, പോയറ്റസ് സരോജിനി നായിഡു ഇവിടെ മെറ്റഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷികളെ സ്നേഹത്തോടും നക്ഷത്രങ്ങളെ സത്യത്തോടും നദിയെ സമാധാനത്തോടും ഇൻഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. വെൻ ദീസ് അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റി ആർ എംബോഡീഡ് അട്രിബ്യൂട്ടഡ് ഹാവിങ് സ്പിരിറ്റ്. മറ്റൊന്ന്, ഈ അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റികൾ, അതായത് സ്നേഹം, സത്യം, സമാധാനം എന്നീ ക്വാളിറ്റികളെ സ്പിരിറ്റുകളുമായി, ആത്മാക്കളുമായി ബന്ധിപ്പിച്ചിരിക്കും. ഇവിടെ അത് എന്തിനുദാഹരണമാണ്? വിച്ച് ഈസ് എ ക്ലവർ ക്രാഫ്റ്റിംഗ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണമാണ്. ദ പോയം ഹാസ് 2 stanza ഓഫ് 7 lines. ഈ കവിത 2 സ്റ്റാൻസകളായി വേർതിരിച്ചിട്ടുണ്ട്, 7 വരികൾ വീതമുള്ള, വിത്ത് എ റൈം സ്കീം A B B C C D. ഈ കവിതയുടെ റൈമിംഗ് സ്കീം A B B C C D എന്നാണ്. The term magical would itself create inexplicable visual image readers. മാജിക്കൽ വുഡ് എന്ന് കേട്ടപ്പോൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത മനോഹരമായ ഒരു വിഷ്വൽ ഇമേജാണ് പോയിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പോപ്പി, ബേർഡ്സ്, സ്റ്റാർസ്, സ്ട്രീംസ് also create beautiful visual images in the mind. The singing of the bird from auditory image. ഇതിലൊരു ഓഡിറ്ററി ഇമേജ് കൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒന്നുകൂടെയുണ്ട്, അതായിരുന്നു പക്ഷികളുടെ പാട്ട്. When the poet says that the visions in the magic wood is like a poppy sprang up. പോയറ്റ് പറഞ്ഞു തൻ്റെ ഉള്ളിൽ കാഴ്ചകൾ പോപ്പി പൂക്കൾ വിരിയുന്നത് പോലെയാണെന്ന് പറഞ്ഞു. ഇറ്റ്സ് ബിക്കം ദ ഇൻസ്റ്റൻസ് പോയറ്റിക് ഡിവൈസ് സിമിലി. അത് ഉപമ അഥവാ സിമിലി എന്നറിയപ്പെടുന്ന പോയറ്റിക് ഡിവൈസിന് ഉദാഹരണമാണ്. ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് പറഞ്ഞു തുടങ്ങുന്നവയാണല്ലോ സിമിലി. എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ. ഈ കവിതയിൽ അലിട്രേറ്റീവ് അതിനുദാഹരണമാണ് ലോൺ ഇൻ ദ ലൈറ്റ്. അതിലെ എൽ എന്നുള്ള ശബ്ദം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ലോ ഇൻ ദ ലൈറ്റ്,
സ്റ്റാർസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലവ്. യെസ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു. ഗ്യാദർ ആൻഡ് ഗ്ലം. ഗ എന്നുള്ള ശബ്ദം റിപ്പീറ്റ് ചെയ്യുന്നു. സോങ്സ് ഓഫ് സ്പിരിറ്റ്, സ്ട്രീംസ് ഓഫ് സ്പിരിറ്റ്. ഇതെല്ലാം അലിട്രേഷനും ഉദാഹരണമാണ്. സരോജിനി നായിഡു എഴുതിയ ദ സോങ് ഓഫ് ഡ്രീം എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് ഇവിടെ അവസാനിക്കുന്നു. ഈ പാഠഭാഗം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ലെസണുമായി കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.